നവംബർ 16 33-ാമത്തെ ഞായറാഴ്ച. ലൂക്ക 21 5 മുതൽ 19 വരെ വാക്യങ്ങൾ. 1910-കളിൽ അന്റാർട്ടിക്കയിലേക്ക് 3 പര്യവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ഐറിഷ് പര്യവേഷകനായിരുന്നു ഏണസ്റ്റ് ഷാക്കിൾട്ടൺ. 4ാമത്തെ പര്യവേഷണത്തിന് നേതൃത്വം നൽകാനുള്ള യാത്രയിൽ അദ്ദേഹം തൻ്റെ 47ാമത്തെ വയസ്സിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. ഷാക്കിൾട്ടൻ്റെ കുടുംബ മുദ്രാവാക്യം സഹനത്തിലൂടെ നാം കീഴടക്കുന്നു എന്നായിരുന്നു. പര്യവേഷണങ്ങൾക്കായി അദ്ദേഹം വാങ്ങിയ ആദ്യത്തെ ബോട്ടിന് എൻഡ്യൂറൻസ് എന്ന് പേരിട്ടു. എൻഡ്യൂറൻസിൻ്റെ ഇതിഹാസം കുറച്ച് കാണാൻ കഴിയില്ല. കപ്പൽ മഞ്ഞിൽ കുടുങ്ങി ഐസ് ഫ്ലോയുടെ മർദ്ദത്തിൽ കുടുങ്ങിയതിൻ്റെ കേടുപാടുകൾ വളരെ കൂടുതലായിരുന്നു. ഐസ് ഉരുകുമ്പോൾ ബോട്ട് മുങ്ങാൻ കാരണമായി. കൂടുതൽ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ദ്വീപിലേക്ക് നീങ്ങാൻ പ്രതീക്ഷിച്ച് ഐസ് ഫ്ലോകളിൽ മാസങ്ങളോളം ക്യാമ്പ് ചെയ്തു. അവർ ആ ക്യാമ്പിനെ ക്ഷമയുടെ ക്യാമ്പ് എന്ന് വിളിച്ചു. സുരക്ഷിത തുറമുഖത്തെത്താൻ പിന്നെയും 2 മാസങ്ങളെടുത്തു. ഈ കഥ നമ്മെ മറ്റു പലതിനെയും ഓർമ്മിപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകളും കഠിനമായ സാഹചര്യങ്ങളും നേരിടാൻ സഹിഷ്ണുത ആവശ്യമാണ് എന്ന വസ്തുതയും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഒരു ശിഷ്യൻ്റെ ജീവിതം റോസാപ്പൂക്കളുടെ കിടക്ക അല്ല എന്നാണ്. കള്ള പ്രവാചകന്മാരുടെ വരവ്, യുദ്ധങ്ങളും കലാപങ്ങളും, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, മഹാമാരികൾ തുടങ്ങിയ ദുരന്തങ്ങൾ, പീഡനങ്ങൾ, വിദ്വേഷം തുടങ്ങിയ ചില പ്രശ്നങ്ങൾ അവിടുന്ന് എണ്ണിപ്പറഞ്ഞു. ഇവയ്ക്കെല്ലാം ഇടയിൽ ദൈവം ഇപ്പോഴും നിയന്ത്രണത്തിലാണെന്നും നാം ഒരിക്കലും ഭയപ്പെടരുതെന്നും അവൻ നമുക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. പകരം നമ്മുടെ തലയിലെ ഒരു രോമം പോലും നശിപ്പിക്കപ്പെടാതിരിക്കാൻ ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിനാൽ നാം സ്ഥിരോത്സാഹം കാണിക്കണം. ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് പറയുന്നു. ഇക്കാലത്ത് ലോകാവസാനം അടുത്തിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ധാരാളം ആളുകൾ, ചിലപ്പോൾ മത നേതാക്കളുമുണ്ട്. ഈ സുവിശേഷ വായനയിൽ ചില അടയാളങ്ങൾ എല്ലായിടത്തും ഉള്ളത് നാം കേൾക്കുന്നു. എന്നാൽ യേശു പറയുന്നു, വഞ്ചിക്കപ്പെടരുത്. അവസാനം എപ്പോഴാണെന്ന് ആർക്കും ശരിക്കും അറിയില്ല. ദുരന്തങ്ങൾ വന്നു പോകുന്നു. ചിലപ്പോൾ ഈ ഭൂമിയുടെ അവസാനം ഇപ്പോഴോ വിദൂര ഭാവിയിലോ സംഭവിക്കാം. അതുകൊണ്ട് വിധവകളെയും സമൂഹത്തിലെ മറ്റു ദുർബല വിഭാഗങ്ങളെയും പരിപാലിക്കുന്ന പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എപ്പോഴും അതിന് തയ്യാറായിരിക്കണം. ലോകാവസാനത്തിലോ നമ്മുടെ ജീവിതാവസാനത്തിലോ യേശുവിനെ കാണാൻ നമ്മൾ എത്രത്തോളം തയ്യാറാണെന്ന് പരിശോധിക്കാൻ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നു. ഏതാണ് ആദ്യം വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൻ്റെ 3 മേഖലകളിൽ ഇപ്പോൾ അവനെ കാണാൻ നമ്മൾ എത്രത്തോളം തയ്യാറാണ്. ഒന്നാമതായി നമ്മുടെ ചിന്തകൾ. നമ്മൾ മറ്റുള്ളവരെ അശ്രദ്ധമായി വിധിക്കുന്നുണ്ടോ? രണ്ടാമതായി നമ്മുടെ വാക്കുകൾ. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ദയയില്ലാതെ സംസാരിക്കുന്നുണ്ടോ? മൂന്നാമതായി നമ്മുടെ പ്രവൃത്തികൾ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നേരെ നാം പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ മേഖലകളിൽ നമ്മൾ ഇപ്പോൾ നന്നായി ചെയ്യുന്നില്ലെങ്കിൽ ഭാവിയിൽ അത് കൂടുതൽ മികച്ചതായിരിക്കുമെന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നത് എന്താണ്? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്
ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.